പ്രിയമുള്ളവരെ, വചനജ്വാല 1542 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 20 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. അപ്പോൾ ഏശയ്യ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക, മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. യൂദയായിൽ നിന്ന് എഫ്രായിം വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ. അസീറിയ രാജാവിന്റെ ഭരണം തന്നെ കർത്താവ് നിന്റെയും ജനത്തിന്റെയും നിന്റെ പിതൃഭവനത്തിന്റെ മേൽ വരുത്തും. അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഈച്ചകളുടെയും അസീറിയ രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും. അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും പാറയിടുക്കുകളിലും മേച്ചിൽ പുറങ്ങളിലും വന്ന് കൂടും. അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്നും കടം വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ട് തന്നെ തലയിലും കാലിലെ രോമവും താടിയും ക്ഷൗരം ചെയ്യും. ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും 2 ആടുകളെയും വളർത്തും. അവ സമൃദ്ധമായി പാൽ നൽകുന്നതുകൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും. ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും. ആ ദിനത്തിൽ 1000 വെള്ളി വില വരുന്ന 1000 മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുൾച്ചെടികളും മുള്ളുകളും വളരും. ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ട് ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ. തൂമ്പാ കൊണ്ട് കളച്ചിടക്കപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്ന് മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. അത് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുകൾക്ക് മേയാനും ഉള്ള സ്ഥലമാകും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ എഡ്മണ്ട് രാജാവിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 840 കാലഘട്ടത്തിൽ ഈസ്റ്റ് ആംഗിൾസിന്റെ രാജാവായ ഓഫ വാർദ്ധക്യം പ്രായശ്ചിത്തത്തിൽ ചിലവഴിക്കാൻ വേണ്ടി 15 വയസ്സുള്ള തൻ്റെ മകൻ എഡ്മണ്ടിനെ രാജ്യഭരണം ഏൽപ്പിച്ചു. 855 ക്രിസ്മസ് ദിവസം ഭക്തനായ രാജാവിനെ എൽമോർ ബിഷപ്പ് ഹൂബർട്ട് കിരീടമണിയിച്ചു. യുവരാജാവിൻ്റെ എളിമയും സുഹൃത ജീവിതവും എല്ലാവർക്കും മാതൃകയാണ്. മുഖസ്തുതി ഇദ്ദേഹം പെട്ടിരുന്നില്ല. ദരിദ്രർക്കും വിധവകൾക്കും അനാഥർക്കും
അദ്ദേഹം പിതാവായിരുന്നു. 15-ാം വർഷം വന്യജാതിക്കാർ രാജ്യം ആക്രമിച്ച് ഒരുപാട് പേരെ വധിച്ചു. എഡ്മണ്ട് യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം അവരെ തോൽപ്പിച്ചു. പിന്നീട് വൻ സന്നാഹങ്ങൾ വന്ന് ആക്രമിച്ച് കീഴടക്കി. മതവിരുദ്ധ നിലപാടെടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ച് മരത്തിൽ കെട്ടി പിച്ചിക്കീറുകയും അസ്ത്രങ്ങൾ അയച്ച് ശരീരം ആഴമുള്ള മുറിവുകളും ഉണ്ടാക്കി. എല്ലാം ശാന്തതയോടെ സഹിച്ച് ഈശോയുടെ നാമം വിളിച്ച് അവസാനം ശിരസ് ഛേദിച്ചാണ് രക്തസാക്ഷിത്വ മകുടം ചൂടിയത്. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ വലോയ്യായിലെ വിശുദ്ധ ഫിലിക്സിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. രക്തസാക്ഷിയായ വിശുദ്ധ എഡ്മണ്ട് രാജാവിൻ്റെയും വിശുദ്ധ ഫിലിക്സിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.